കണ്ണന്റെ കഥകൾ എത്ര പറഞ്ഞാലും മതി വരില്ല. ഇന്ന് ഗുരുവായൂരപ്പന്റെ ഒരു ലീല തന്നെയായാലോ? ഒരുപാട് യോഗസ്ഥിതികൾ സ്വന്തമായി ഉണ്ടായിരുന്ന ശങ്കരാചാര്യർക്ക് ആകാശമധ്യേ സഞ്ചരിക്കാനുള്ള കഴിവുമുണ്ടായിരുന്നത്രേ. ഒരിക്കൽ അദ്ദേഹം കാലടിയിൽ നിന്ന് ശൃംഗേരിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അത് സംഭവിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുകളിലൂടെ ആയിരുന്നു അത്രേ യാത്ര. ശങ്കരാചാര്യർ ക്ഷേത്രം കണ്ടെങ്കിലും അവിടെ ഇറങ്ങാനോ ഭഗവാനെ തൊഴുവാനോ ഒന്നും ശ്രമിച്ചില്ല. ശ്രീകോവിലിന് മുകളിലുള്ള ഭാഗം പിന്നിട്ടപ്പോൾ ശങ്കരാചാര്യർ ഒറ്റ വീഴ്ച. അദ്ദേഹം നേരെ ചെന്ന് വീണത് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലാണ്. ക്ഷേത്രത്തിൽ അപ്പോൾ ശീവേലി നടക്കുകയായിരുന്നു. ശീവേലി വടക്കേ നടയിലെത്തിയപ്പോൾ എഴുന്നള്ളിപ്പിന്റെ നേരെ മുമ്പിൽ ചെന്നാണ് അദ്ദേഹം വീണത്. ആളുകൾ പരിഭ്രാന്തരായി ഓടിക്കൂടി. ശങ്കരാചാര്യർക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രം പൂജാരി വന്ന് പുണ്യതീർത്ഥം മുഖത്ത് തളിച്ചതും ബോധം വീണ്ടെടുത്ത ശങ്കരാചാര്യർ ഗുരുവായൂരപ്പന്റെ നടയിൽ പോയി സാഷ്ടാംഗം പ്രണമിക്കുകയും സമസ്ത അപരാധം ഏച്ചു പറയുകയും ചെയ്തു അത്രേ. കുറച്ചു ദിവസം കൂടി ക്ഷേത്രത്തിൽ തന്നെ കഴിച്ചുകൂട്ടിയ അദ്ദേഹം ക്ഷേത്രത്തിലെ പൂജകളും ചടങ്ങുകളും പുനർക്രമീകരിക്കുകയും ഗുരുവായൂരപ്പനെ സ്തുതിച്ച് ഗോവിന്ദാഷട്കം എന്ന കൃതി രചിക്കുകയും ചെയ്തു അത്രേ. കിഴക്കേ നടയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതും അദ്ദേഹമാണ്.